എടി, ഇപ്പോൾ ഈ വഖഫ് അമെൻമെന്റിൽ വന്ന ആ ഭേദഗതി പ്രകാരമുള്ള നടപടിക്രമങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ നെറ്റ് റിസൾട്ട്? ഇപ്പോൾ സമസ്ത സുപ്രീം കോടതി പോയിട്ടുണ്ട്. ആ സുപ്രീം കോടതി നമ്മൾ പോയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തായിരിക്കും അതില് രണ്ട് ഭാഗങ്ങൾ കാണേണ്ടതുണ്ട്. ഒന്ന്, ഇതൊരു തൽക്കാലം വഖഫ് ബോർഡിനെ പിരിച്ചുവിടുക എന്ന പ്രശ്നം മാത്രമല്ല. വഖഫ് നിയമം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ അതിനെ സംബന്ധിച്ചുള്ള പൊസിഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് കേരളം എടുത്ത പൊസിഷൻ. അപ്പം ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 14 അനുസരിച്ചുകൊണ്ട് അത് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 14 ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് ഗവൺമെൻറ്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഹൈക്കോടതി വിധി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡിൽ ചീഫ് സെക്രട്ടറി ഇത് അംഗീകരിച്ചിരിക്കുന്നു. സെക്ഷൻ 14 അനുസരിച്ച് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അതീവ ഗൗരവമായ പ്രശ്നമാണ്. കേരളം സുപ്രീം കോടതിയിൽ പൊസിഷൻ എടുത്തിട്ടുണ്ട്. മിക്കവാറും മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്ന പൊസിഷൻ അതൊക്കെ തന്നെയാണ്. അതിൽ വഖഫ് നിയമത്തിനെതിരായി കേരളം കൊടുത്തിരിക്കുന്നതിൻ്റെ 12ാമത്തെ പാരഗ്രാഫ്, ആ 12ാമത്തെ പാരഗ്രാഫ് അത് വളരെ വ്യക്തമായി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ 12ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്തുകൊണ്ട് ഈ 14-നെതിരാണ് അതിൽ പറയും, വഖഫ് ബോർഡ് ആർ ഡീലിംഗ് വിത്ത് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് ആൻഡ് വഖഫ് ഓഫ് മുസ്ലിം മൈനോറിറ്റി കണക്റ്റഡ് വിത്ത് റിലീജിയസ് അഫയേഴ്സ്. വഖഫ് പ്രോപ്പർട്ടിയും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ മതപരമായ വിശ്വാസം അനുസരിച്ച് വഖഫും കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് വഖഫ് ബോർഡ്. ഓൺലി മുസ്ലിം ഷാൽ ബി ദ മെമ്പേഴ്സ് ഓഫ് ദ വഖഫ് ബോർഡ്. മുസ്ലിംസ് മാത്രമേ ആകാൻ പാടുള്ളൂ. ഇതാണ് കേരളത്തിൻ്റെ പൊസിഷൻ. സുപ്രീം കോടതിയിൽ നമ്മൾ കക്ഷി ചേർന്നിട്ടുണ്ട്. നമ്മുടെ പൊസിഷൻ ഇതാണ്. ടു ഓവർസീ ആൻഡ് മാനേജ് ദെയർ 10 റിലീജിയസ് എൻഡോമെൻറ്റ്സ്. അവരുടെ 10 മതപരമായിട്ടുള്ള എൻഡോമെൻറ്റ്സിൻ്റെ അതിനെ മാനേജ് ചെയ്യാനും മൊത്തത്തിൽ ഓവർസീ ചെയ്യാനും പ്രോപ്പർട്ടീസിനെ ഓവർസീ ചെയ്യാനും മുസ്ലിമിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇതാണ് കേരളം എടുത്ത പൊസിഷൻ മതപരമായ വിശ്വാസമായി ബന്ധപ്പെട്ട്. അതിൻ്റെ തുടർച്ചയായി നമ്മളെടുത്തു ഈ ഇങ്ങനെ ഇൻക്ലൂഷൻ ഓഫ് നോൺ മുസ്ലിം മെമ്പേഴ്സ് ഇൻ ദ വഖഫ് ബോർഡ്. അത് നാഷണാലിറ്റി ഇല്ല അതിനകത്ത്. ആൻഡ് ദർ ഈസ് സ്ട്രോങ് ലീഗൽ കണ്ടൻഷൻ ദാറ്റ് സച്ച് ഇൻക്ലൂഷൻ ഓഫ് നോൺ മുസ്ലിംസ് വയലേറ്റ് ആർട്ടിക്കിൾ 14 and 25, 26 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എന്നുവെച്ചാൽ തുല്യതയുടെ എതിരാണ്, ഒപ്പം തന്നെ വിശ്വാസപരമായിട്ടുള്ള മൗലികാവകാശങ്ങൾക്കും എതിരാണ് നോൺ മുസ്ലിംസിന് എടുത്തുന്നത്. ഇതിൻ്റെ മാത്രമല്ല, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി 2 പേർ നോൺ മുസ്ലിം ആകണമെന്ന് മാത്രമല്ല, ബാക്കി നോമിനേറ്റ് ചെയ്യുന്നത് മുസ്ലിം ആകണമെന്ന് നിഷ്കർഷിക്കുന്നില്ല. അങ്ങനെ വന്നാൽ നമ്മൾ പറഞ്ഞു മെമ്പേഴ്സ് ഫ്രം ദ മുസ്ലിം വിൽ ബി എ മൈനോറിറ്റി ഓഫ് ദ ബോർഡ്. വേണമെങ്കിൽ ഒരു ന്യൂനപക്ഷമാകാം മുസ്ലിം. അതീവ ഗൗരവമുള്ള ഈ പ്രശ്നത്തിലാണ് നമ്മൾ വളരെ കൃത്യമായി കേരളം പാർലമെൻറ്റിന് സുപ്രീം കോടതിയിൽ ശക്തമായ പൊസിഷൻ എടുത്തിരിക്കുകയാണ്. ഇനി സുപ്രീം കോടതിയിൽ ഈ പൊസിഷൻ ഹൈക്കോടതിയിലെ ഈ നിലപാട് നള്ളിഫൈ ചെയ്യപ്പെട്ടു. അത് വിധിയുടെ ഭാഗമായി. ഇനി സുപ്രീം കോടതി കേസെടുക്കുമ്പോൾ കേരളത്തിന് ഒറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ, ഞങ്ങൾ ഇതിനൊപ്പമാണ്, ഞങ്ങൾ വഖഫ് നിയമത്തിനൊപ്പമാണ് എന്ന് പറയാൻ മാത്രം കേരളത്തിന് സുപ്രീം കോടതിയിൽ സാധ്യമാകുന്ന അതീവ ഗൗരവമായിട്ടുള്ള ഒരു മലക്കം മറിച്ചിലാണ് ഈ പ്രശ്നത്തിൽ BJPക്ക് വേണ്ടി ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മുസ്ലിം ലീഗിൻ്റെ പൊസിഷൻ എതിരാണ്. മുസ്ലിം ലീഗിൻ്റെ ആണല്ലോ മന്ത്രി, വഖഫിൻ്റെ മന്ത്രി മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയല്ലേ. മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ 14-നെതിരല്ലേ കൊടുത്തിരിക്കുന്നത്. അതുപോട്ടെ, അവരുടെ പൊസിഷനാകാം. ഈ സുപ്രീം കോടതിയിൽ കേരളത്തിന് വാദിക്കാൻ പറ്റില്ല. നിങ്ങൾ 14 അനുസരിച്ച് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ്, പൂർണ്ണമായിട്ടും 14 അനുസരിച്ച് ഞങ്ങൾ റീകോൺസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ മുസ്ലിം ലീഗ് എന്നുള്ളത് എപ്പോഴും പറയുന്ന പോലെ മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യമില്ല, മുസ്ലിം മതന്യൂനപക്ഷത്തിൻ്റെ താല്പര്യമില്ല, മതനിരപേക്ഷമായ താല്പര്യമില്ല. അവരുടെ ആരെങ്കിലും ഈ ബോർഡിൽ ഇത് വച്ചിട്ട് കയറ്റാൻ പറ്റുമോ? അപ്പോൾ മുസ്ലിമിൻ്റെ ഒരു ചെറിയ ന്യൂനപക്ഷ സാമ്പത്തിക താല്പര്യം, വ്യക്തി താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന ലിമിറ്റഡ് കമ്പനിയാണ് മുസ്ലിം ലീഗ് എന്ന് ശരിവയ്ക്കുന്നതാണ് മുസ്ലിം സമുദായത്തെ പാടെ കേരളത്തിന് സുപ്രീം കോടതിയിൽ വാദിക്കാൻ പോലും പറ്റാത്ത അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിച്ച ഈ നിലപാടെന്നുള്ളത്. ഇത് കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് PMS എല്ലാം പറഞ്ഞത് ആ മുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്, വെറും വ്യാഖ്യാനമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇതാണ് പൊസിഷൻ. ടേക്കിംഗ് നോട്ട് ഓഫ് ദ അബവ് ഫാക്ട്സ് ആൻഡ് ഇൻഫിനിറ്റി, ദ ഗവൺമെന്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ ബോർഡ് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14. ഇതാണ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്. അവിടെ നിന്നില്ല. ഇപ്പോൾ ഉത്തരവ് നോക്കൂ. The second respondent has submitted that. Second respondent എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി. There is a requirement to reconstitute the board in strict compliance with the mandate of section 14 of the Unified Waqf Management, Empowerment, Efficiency and Development Act 1995. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിങ്ങനെ റിക്വയർമെൻറ്റ് വന്നിരിക്കുകയാണ്, ഞങ്ങൾ നിർബന്ധമായിട്ട് ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത്,
14 വായിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിന്. എന്ന് മാത്രമല്ല, 2 മൈനോറിറ്റി നോൺ മുസ്ലിം വരുന്നു എന്ന് മാത്രമല്ല, വേണമെങ്കിൽ മുസ്ലിം മൈനോറിറ്റി കൂടി ആകാവുന്നതാണ് സെക്ഷൻ 14. അങ്ങനെ ഒന്നിൽ ഇനി സുപ്രീം കോടതിയിൽ കേരളം പറിച്ച പൊസിഷൻ അതോട് റദ്ദാക്കപ്പെട്ടു. അത്രയും അപകടകരമാണ്. പിന്നെ 2, ഇവരുടെ സംഘടിത താല്പര്യം. ഈ നിയമം വായിച്ചു നോക്കൂ, 22ാമത്തെ സെക്ഷൻ നോക്കിയാൽ, വേക്കൻസീസ് എക്സെപ്റ്റ് നോ ആക്ട് ഓർ പ്രൊസീഡിങ്സ് ഓഫ് ദ ബോർഡ് ഷാൽ ബി ഇൻവാലിഡ് by reason only of the existence of any vacancy among its members or any defect in the constitution thereof. എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിലോ ഏതെങ്കിലും ഒഴിവുണ്ടെങ്കിലോ ഈ ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഒരു നടപടിയും അത് ഇൻവാലിഡ് ആകില്ല. ഇതാണ് നിയമം. ആ നിയമെങ്കിലും ഗവൺമെൻറ് പറയേണ്ടത്. ഇവരെടുക്കാൻ ഇവർക്ക് എങ്ങനെ അങ്ങനെ ഒരു 22ാം സെക്ഷൻ നിൽക്കുമ്പോൾ എങ്ങനെ ഹൈക്കോടതിക്ക് ഇത് വഖഫ് ബോർഡിന് ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇൻവാലിഡ് ആകാൻ? കാരണം നിയമമല്ലേ, നിയമം സ്പെസിഫിക് ആണല്ലോ. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും നയപരമായി ഏത് തീരുമാനവും നിലനിൽക്കും എന്ന് ഒരു സേഫ് ക്ലോസ് നിയമത്തിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ അവർ അത് കോടതി പറഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല. പ്രൊസീഡിങ്സ് മുന്നേ ഞങ്ങൾ നോക്കിയില്ല. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് നിയമമാണ്, ഭാഗമാണ്. ഗവൺമെൻറ് ഇടപെടാൻ വേറെ വകുപ്പുകളുണ്ട് അതിനകത്ത്. അപ്പോൾ ഒന്ന് അത് കാണിച്ചില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ബോർഡ് പിരിച്ചുവിടുക. അവന് മുസ്ലിമിൻ്റെ താല്പര്യം പ്രശ്നമില്ല. വഖഫ് ബോർഡ് ഭൂരിപക്ഷവും മുസ്ലിം അല്ലാത്തവരായാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ആളുകൾ അവിടെ ഇരിക്കുക, ഞങ്ങളുടെ ലീഗിൻ്റെ താല്പര്യമുള്ള ആളുകൾ ഇരിക്കുക, UDFൻ്റെ അതുകൊണ്ടാണ് KC വേണുഗോപാൽ ഇനി സംശയിക്കേണ്ടതില്ല. കേരളത്തിൽ BJPയുടെ ഗവൺമെൻറ് ആണോ എന്ന് അദാനിയുടെ പ്രശ്നത്തിൽ ചോദിച്ച അദ്ദേഹത്തിന് ഇനി ഉറപ്പിക്കാം. KC വേണുഗോപാലും കോൺഗ്രസും അഖിലേന്ത്യാ തലത്തിലെടുത്ത നിലപാട് ഘടകവിരുദ്ധമായി. വഖഫ് ബോർഡ് പൂർണ്ണമായിട്ടും മുസ്ലിം അല്ലാത്തവർക്ക് ഭൂരിപക്ഷമാകുന്നതിന് കൂടി അനുകൂലമാകുന്ന നിലപാട് കോടതിയിൽ എടുത്തിരിക്കുന്ന ഒരു എന്താ പറയുള്ളൂ സ്വർണത്തിൽ അത്രയും ക്യാരറ്റുള്ള ഒരു 916 BJP ഗവൺമെൻറ്റിനെ പോലെയാണ് കേരളത്തിലെ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.